കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിതജംബുവരസാരഭക്ഷിതവും വാസുദം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ശ്രീ പാർവതി സരസ്വതി മഹാലക്ഷ്മി നമോസ്തുതേ. വിഷ്ണുപ്രിയേ മഹാമായേ മഹാലക്ഷ്മി നമോസ്തുതേ. കമലേ വിമലേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. കാരുണ്യനിലയേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ഓം ദേവി. കർമ്മങ്ങൾ ആരംഭിക്കാം. വിശേഷപ്പെട്ട ആരെങ്കിലും വരാനുണ്ടോ? ഉണ്ട് തിരുമേനി. ഉവ്വോ. ശ്രീദേവി നിത്യകല്യാണി മഹാലക്ഷ്മി നമോസ്തുതേ. സമുദ്രദായിനി ദേവി മഹാലക്ഷ്മി സത്യമ്മ. സത്യമേ വരണം വരണം. പൂജയ്ക്ക് സമയായില്ലേ? പങ്കെടുക്കാനുള്ളവരൊക്കെ എവിടെ? എല്ലാരും ഉണ്ട് സത്യമേ, വരണം. വന്നിട്ട് അമ്മ. സത്യമ്മ. അമ്മേ. അമ്മയ്ക്ക് എന്നോട് പിണക്കൊന്നുമില്ലല്ലോ. ഒരമ്മയ്ക്ക് പിണങ്ങാൻ പറ്റൂടി അങ്ങനെ മോളോട്? എന്നാലും അമ്മേ. പ്രീതി അങ്ങോട്ട് വാമേ വാ. നിങ്ങൾ ദാമ്പത്യ പൂജയ്ക്ക് വിളിക്കാൻ വീട്ടിൽ വരുമ്പോ ഞാൻ ഇല്ലാതെ പോയി സത്യാമ്മേ. നീ എന്നും ഉണ്ടായിട്ടും വലിയ വിശേഷമൊന്നുമില്ല. അമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടാ. സാമാന്യ ബോധവും ബുദ്ധിയും ഉണ്ടാവണം. അല്ലാത്തവരെ ചങ്ങലക്കിട്ട് പൂട്ടണം. അമ്മേ. സത്യമേ, എനിക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടോന്നറിയില്ല. എന്നാലും പറയാം. പ്രായവും പക്വതയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ആ സംഭവത്തിൽ ഏറ്റവും പക്വത കാട്ടിയത് വസുമതിയോ സത്യാമ്മയോ ഒന്നുമല്ല, പ്രായത്തിൽ കുറവുള്ള ഈ പ്രീതിയാ. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഭർത്താവ് കാട്ടിക്കൊടുക്കുന്നതാ സ്വന്തം വീട്. അവരുടെ അച്ഛനമ്മമാരോടുള്ള പരിഗണന കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്വന്തം അച്ഛനമ്മമാരോട് പോലും. അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ എന്തിനാ ഞാൻ ഈ ചടങ്ങിന് വന്നേന്ന്. അതെ അമ്മേ, വിഷ്ണുവേട്ടന്റെയും ശാലിനിയുടെയും ദാമ്പത്യ പൂജ നടക്കുക എന്ന് പറഞ്ഞാ ഈ സുസ്മിത കെട്ടിത്തൂങ്ങി മരിക്കുന്നതിന് തുല്യ. അത് അവരെനിക്ക് വേണ്ടി ഉണ്ടാക്കിയ കുടുക്ക് അവരുടെ കഴുത്തിൽ തന്നെ എങ്ങനെയാ ചെന്ന് വീഴുന്നതെന്ന് കണ്ടോ അമ്മ? മാതൃസ്ഥാനത്ത് ആരാണ്? ഞാനാ തിരുമേനി. ഉവ്വോ. ഉഗ്രശക്തിയുള്ള പൂജയാ. പൂജ മുടങ്ങുകയോ പൂർണ്ണമാകാതിരിക്കുകയോ ചെയ്ത മാതൃസ്ഥാനത്തുള്ള ആൾക്ക് അപകടം സംഭവിക്കുന്ന വിശ്വാസം. സത്യമേ, ആന്റി. ഞാൻ പറഞ്ഞില്ലേ വിഷ്ണുവേട്ടാ, ഇവളെങ്ങനെയെങ്കിലും ഇവിടെ എത്തിപ്പെടും.
ഇഷ്ടപ്പെടുമെന്ന്. നല്ലതല്ലേ, അവള് കണ്ടു നിൽക്കട്ടെ ദാമ്പത്യ പൂജ. അങ്ങനെയല്ല വിഷ്ണുവേട്ടാ, അവളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു ലക്ഷ്യം ഉണ്ടാവും. നിനക്ക് ബുദ്ധിയുണ്ട് ശാലിനി. ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തിനാന്ന് കണ്ടോ നീ? പൂജയിൽ പങ്കെടുക്കുന്നവർക്ക് ഇങ്ങോട്ടിരിക്കാം. ഇരിക്കും മക്കളെ. ഇരിക്കടോ. ഇരുന്നോളൂ. ഇരിയാം. ചിത്തരാജം പൂർണ്ണ വിജയത്തായ സമരായ സമരായ നമ ശിവായ ച നമ ശിവായ ഓം ക്രീം നമ ശിവായ ഓം നമോ നാരായണായ ഓം ക്രീം നമ ശിവായ ഓം നമോ നാരായണായ. ദാ ഈ സിന്ദൂരം കുട്ടികളോട് തൊടാൻ പറയൂ. മകളും മരുമകനും ഒന്നിച്ചതിന്റെ സന്തോഷത്തിലല്ലേ തള്ളേ നിങ്ങൾ? അക്കൂട്ടത്തിൽ വിഷ്ണുവേട്ടനെ ശാലിനിയും കൂടെ ഒന്നിപ്പിച്ചതാ നിങ്ങൾ ചെയ്ത തെറ്റ്. എല്ലാം കൂടി പൊട്ടിത്തകരുന്നത് കണ്ട് നിങ്ങൾ പൊട്ടിക്കരയാൻ ഇനി നിമിഷങ്ങളെ ബാക്കിയുള്ളൂ. ദാമ്പത്യ പൂജയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ മന്ത്രജപം മുടങ്ങാൻ പാടില്ലെന്നാണ് ശാസ്ത്രം. മുടങ്ങിയാൽ മാതൃസ്ഥാന ഇനി ദമ്പതികൾ ഓരോരുത്തരായി ഈ ആരതി തൊട്ട് വണങ്ങിക്കോളൂ. നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വദോഷങ്ങളും ഈ അഗ്നിയിൽ എന്ന പോലെ ഉരുകി തീർന്നോളും. നിർത്ത്. മാറി നിൽക്കണേ അങ്ങോട്ട്. ഇതാണോടാ നിന്റെ അമ്പലം? മിണ്ടി പോരുത് നീ. എഴുന്നേക്കടാ. എടാ എഴുന്നേക്കാൻ. എന്തായി കാട്ടണത്? ദാമ്പത്യ പൂജയ്ക്ക് ഇരിക്കുന്ന ആളെ പിടിച്ചെഴുന്നേൽപ്പിക്കയോ? പൂജക്കിടെ എഴുന്നേക്കാൻ പാടില്ല. ഈ നിൽക്കുന്നത് എന്റെ മകനാ. അവനെ കൊണ്ട് എന്ത് ചെയ്യിക്കണം ചെയ്യിക്കണ്ടെന്ന് എനിക്കറിയാം. വസുമതി, എന്തിനാ നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? പൂജ നടക്കട്ടെ. പൂജ എന്റെ മകനെ വെച്ച് വേണ്ട.
അശുഭം അശുഭം. ശാരദാമേ, പൂജ മുടങ്ങിയിരിക്കണോ? വേദമന്ത്രങ്ങൾ ഉരുവിടേണ്ട അടുത്ത് അശുഭ വചനങ്ങൾ. ഓരോരുത്തരും പ്രാർത്ഥനാ ദീപങ്ങൾ ആകേണ്ടിടത്ത് ദീപങ്ങൾ അണഞ്ഞിരിക്കുന്നു. മുടങ്ങില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലേ ദാമ്പത്യ പൂജയ്ക്ക് തുനിയാവോ എന്ന് ഞാൻ ശാരദാമ്മയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പൂജ മുടങ്ങിയാൽ മാതൃസ്ഥാനത്തുള്ള ആൾക്കാണ് ആപത്ത്. ദോഷപരിഹാരം എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചോളൂ. തിരുമേനി, ഇങ്ങോട്ട് വാടാ. നിങ്ങൾ എന്തീ കാണിക്കുന്നത്? കുറെ നേരമായിട്ട് നീ വലിയ കേടിയാണെന്നൊക്കെ എനിക്കറിയാം. അതുപോലുള്ള 1000 കേടികൾ വരുതിയിലുള്ളവനാ എന്റെ മകൻ അർജുൻ. അവനെ വരച്ച വരയിൽ നിർത്താമെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാനും വസുമതിക്കറിയാം. നിന്റെ ഈ അനിയത്തിയെ എന്റെ വീട്ടിൽ നിർത്തണമെന്ന് പറഞ്ഞ് കാല് പിടിക്കുമ്പോ നിന്റെ ഈ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോടാ. ഇവളിപ്പോഴും എന്റെ വീട്ടിൽ തന്നെയാ നിൽക്കുന്നതെന്ന് നീ മറക്കണ്ട. വസുമതി, ദൈവത്തിന് നിരക്കാത്ത കാര്യം നീ ഇവിടെ കാണിച്ചത്. 3 ദമ്പതികളുടെ പൂജ മുടക്കി. ദൈവശാപം കിട്ടാതെ സൂക്ഷിച്ചോ നീ? ദൈവശാപം കിട്ടുന്നെങ്കിൽ അതെനിക്കല്ല, നിനക്കാ സത്യഭാമേ. ഇവൾക്ക് ദാമ്പത്യ പൂജ നടത്തണമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ വീട്ടിൽ വന്നപ്പോ വേണ്ടാന്ന് പറഞ്ഞതല്ലേ ഞാൻ? അതെന്റെ തീരുമാനം. അതിനെ മറികടന്ന് ഒളിവിലും മറവിലും പൂജ നടത്തുന്നതാണോ സത്യഭാമ കൊട്ടിഘോഷിക്കുന്ന നീതിനിഷ്ഠ? ദാമ്പത്യ പൂജ വസുമതിയുടെ കണ്ണി പെടാതിരിക്കാൻ ശാരദാമ്മയുടെ ചായക്കട ഒരു മറ അല്ലേ? സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി തലയിൽ മുണ്ടിട്ട് എന്തും ചെയ്തു കളയല്ലോ നിങ്ങള്. അയ്യോ, ആന്റി, സത്യാമ്മ അറിഞ്ഞതല്ല. ഞാൻ അർജുനേട്ടനെയും പ്രീതിയും പൂജയ്ക്ക് ക്ഷണിച്ചത്. പൂജാ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയത് അമ്മയാ. കോടീശ്വരിയായ സത്യഭാമയുടെ പുത്രിക്ക് ദാമ്പത്യ പൂജ നടത്താൻ കുടുംബശ്രീ ചായക്കടയിലെ ചില്ലറ തൊട്ടുകൂടി വേണം അല്ലേ? ഇതൊക്കെ വിശ്വസിക്കാൻ ഞാനെന്താ പൊട്ടിയെന്ന് കരുതിയോ നീ? ആന്റി, സത്യാ ഞാൻ പറഞ്ഞത്. ഞാനത് വിശ്വസിക്കാം. പക്ഷേ ഈ സ്ത്രീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് വിശദീകരിച്ച് താനേ എനിക്ക്. അല്ല വസുമതി, സത്യമേ ഞാനാ ക്ഷണിച്ചത്. ആയിരിക്കാം. സത്യഭാമ അവളുടെ മരുമകളോട് പറഞ്ഞ് മകൾക്ക് പൂജ ഒരുക്കാനും നിങ്ങളെ കൊണ്ട് ക്ഷണിപ്പിക്കാനും. ഇതിനേക്കാൾ വലിയ നാടകങ്ങളാടാൻ മിടിക്കവരെ. നേരും നെറിയില്ലാത്ത വട്ടിപ്പലിശക്കാരി. വസുമതി, അതെ, വസുമതി തന്നെ. ഞാൻ മനസ്സിൽ സങ്കല്പിക്കാത്ത കുറ്റങ്ങൾ ആരോപിച്ച ആ നാവ് പിഴുത് പുറത്തൊടി ഞാൻ. സത്യഭാമ ചെയ്തത് തന്നെയാ ഞാൻ പറയുന്നത്. ഒന്ന് നിർത്തുന്നുണ്ടോ? പൂജ ആരാധനയൊന്നും വേണ്ട. ആരും ആരെയും കുറ്റപ്പെടുത്തവും വേണ്ട. എന്റെ തലവരെ ഇതിനൊക്കെ കാരണം. പ്രീതിക്ക് ഇതൊന്നും വിധിച്ചിട്ടില്ല. അർജുൻ, നീ എന്റെ കൂടെ വരുന്നുണ്ടോന്നാ ചോദിച്ചേ?
ഞാൻ വന്നോളാം. ഇതിവിടെ അവസാനിപ്പിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ പിന്നെ നീ കാണില്ല. നിന്റെ അനിയത്തിയെ. അമ്മ ഞാൻ വരുന്നില്ലെന്നല്ല പറഞ്ഞത്. ഇവളെയും കൂട്ടി ഞാൻ വന്നോളാം. അമ്മ ഇപ്പൊ പോ. പെട്ടെന്നങ്ങ് എത്തിയേക്കണം. മാറി നിക്കടി. ഞങ്ങൾ ഇറങ്ങാം ശാരദാമ്മേ. ഇപ്പൊ ചെന്നില്ലെങ്കിൽ ശരിയാവില്ല. എന്റെ അമ്മയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരോടും മാപ്പ് പറയാനാ ഞാൻ നിന്നത്. അതൊന്നും സാരമില്ല മോനെ, എല്ലാം വിധി പോലെ വരും. വാ പ്രീതി. മോളെ, അമ്മ മോളെ പോട്ടെ. ഒരു മിനിറ്റ്. ഹലോ. ആ ഹലോ. എടാ അവിടെ പൂജയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞ മാവാ. ആ എന്നാ നീ വീട്ടിലോട്ടൊന്ന് ചെല്ലുവോ? എന്താ മാവാ? ആ എനിക്ക് പുറത്തോട്ടൊന്ന് വരേണ്ടി വന്നു. നിന്റെ അമ്മയുടെ ഹൃദയത്തിനുള്ള മരുന്ന് തീർന്നു. അത് വാങ്ങാൻ വന്നപ്പോ ഇവിടെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ ഇല്ല. മെഡിക്കൽ കോളേജിനടുത്ത് എവിടെയെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അമ്മാവാ, ഞാൻ അവിടുന്ന് പോരുന്നത് വരെ പറഞ്ഞില്ലല്ലോ ഈ മരുന്നിന്റെ കാര്യം. നീ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴല്ലേ ഞാൻ ഗുളിയെടുത്ത് കൊടുക്കാൻ പോയത്. നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നീ അവളുടെ അടുത്തേക്കൊന്ന് ചെല്ലേ. ഒന്നാമതേ ഹൃദയത്തിന് വയ്യാതിരിക്കുക. ഈ എപ്പോഴാ ഏതാ എന്താ സംഭവിക്കാന്നറിയില്ലല്ലോ. ഞാൻ പൊക്കോളാം. ശരി ശരി. ആ എങ്ങനെയുണ്ട് വിജയ് എന്റെ ബുദ്ധി? പൊളിച്ച് കൃഷ്ണകുടി ചേട്ടാ, ഇതോടെ ശാരിക തീർന്നു. അമ്മേ, സാരമില്ലമ്മേ. അമ്മ നല്ലത് ഉദ്ദേശിച്ച് ചെയ്തതല്ലേ. എന്നാലും മോളെ, ശരികെ എനിക്ക് പോണം. അമ്മ അവിടെ ഒറ്റയ്ക്ക് വിടുമെന്ന് അമ്മ വിളിച്ചു പറഞ്ഞു. എന്നാ ഞാനും കൂടി വരാം സർ. അത് ശരിയാവില്ല. ഈ അവസ്ഥയിൽ ഇയാൾ അമ്മയുടെ കൂടെ അല്പസമയം ചെലവഴിക്കേ.